റീസെൻ്റ്ലി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 2% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയതും വരും സമയങ്ങളിൽ ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ ശേഷിയുള്ളതുമായ 2 ക്വാളിറ്റി സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് മാൻകൈൻഡ് ഫാർമ. മാൻകൈൻഡ് ഫാർമ കഴിഞ്ഞ ദിവസം 0.79% ഉയർന്ന് 2319 ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈ 2500. 92,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 47.41. 52 വീക്കിലോ 1683. മാൻകൈൻഡ് ഫാർമയിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 9.77% നിന്നും 11.5%ലേക്കാണ് ഉയർത്തിയത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 11.14 നിന്നും 9.94ലേക്ക് ഇടിഞ്ഞിട്ടുണ്ട്. പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് 4.10 നിന്നും 3.61%ലേക്ക് ഇടിഞ്ഞു. പ്രൊമോട്ടേഴ്സിന് 74.87% സ്റ്റേക്ക് ഹോൾഡിംഗ് ആണുള്ളത്. ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പെർഫോമൻസ് ഡീസൻ്റ് ആയിരുന്നു. ഇയർ ഓൺ ഇയറിൽ 2,992 കോടിയിൽ നിന്നും സെയിൽസ് 2,400 കോടിയിലേക്ക് ഉയർത്തുകയും കമ്പനിയുടെ പ്രോഫിറ്റ് 409 കോടിയിൽ നിന്നും 513 കോടിയിലേക്ക് മെച്ചപ്പെടുത്തുകയും ചെയ്തു. ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിലും പ്രോഫിറ്റ് 484 കോടിയിൽ നിന്നും 513 കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട്. 24% പ്രോഫിറ്റ് മാർജിൻ കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നുമുണ്ട്. 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 19%, 3 വർഷത്തെ കോമ്പൗണ്ടഡ് പ്രോഫിറ്റ് ഗ്രോത്ത് 18%, ROE 20%. മാൻകൈൻഡ് ഫാർമയുടെ വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ സ്റ്റോക്ക് അതിൻ്റെ നെക്ക് ലൈൻ റെസിസ്റ്റൻസിനടുത്ത് ട്രേഡ് ചെയ്യുകയാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ നെക്ക് ലൈൻ റെസിസ്റ്റൻസിൽ നിന്നും സ്റ്റോക്കിലൊരു ബ്രേക്കൗട്ട് വരികയും ചെയ്തു. 2280 ആയിരുന്നു നെക്ക് ലൈൻ റെസിസ്റ്റൻസ്. ഇവിടെ നിന്നും സ്റ്റോക്ക് 2400, 2450, ഈവൻ 2500 വരെ ഉയരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. രണ്ടാമത്തെ സ്റ്റോക്ക് RR കേബിൾ ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ RR കേബിൾ 0.28% ഉയർന്ന് 1638 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 18,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 63.88. ഡിവിഡൻഡ് ഈൽഡ് 0.37%. 52 വീക്ക് ഹൈ 1901. 52 വീക്കിലോ 1136. 52 വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് കൺസിഡറബിൾ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നു. RR കേബിളിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 4.16% നിന്നും 6.54%ലേക്കാണ് ഉയർന്നത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് മാത്രമല്ല, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഈ സ്റ്റോക്കിൽ ബുള്ളിഷാണ്. 9.37% നിന്നും DISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 13.5ലേക്ക് ഉയർന്നു. ഇവിടെ പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് 23 നിന്നും 18%ലേക്ക് ഇടിഞ്ഞിട്ടുണ്ട്. പ്രൊമോട്ടേഴ്സിന് 61.8%-നടുത്ത് സ്റ്റേക്ക് ഹോൾഡിംഗ് ആണുള്ളത്. ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനി അത്ര മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചില്ല. ഇയർ ഓൺ ഇയറിൽ സെയിൽസ് ഫ്ലാറ്റ് ആണെങ്കിലും ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കിയാൽ 1784 നിന്നും സെയിൽസ് 1808 കോടിയിലേക്ക് ഉയർന്നെങ്കിലും ഓപ്പറേറ്റിംഗ് മാർജിൻ 7% നിന്നും 5%ലേക്ക് ഇടിഞ്ഞതുമൂലം നെറ്റ് പ്രോഫിറ്റ് ക്വാർട്ടർ ടു ക്വാർട്ടർ 78 കോടിയിൽ നിന്നും 64 കോടിയിലേക്കും ഇയർ ഓൺ ഇയറിൽ 74 കോടിയിൽ നിന്നും 64 കോടിയിലേക്കും ഇടിഞ്ഞു. 3 വർഷത്തെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് 34%, പ്രോഫിറ്റ് ഗ്രോത്ത് 31%, ROE 22%-നടുത്ത്. 1995 എസ്റ്റാബ്ലിഷ്ഡ് ആയ RR കേബിൾ എന്ന കമ്പനി റെസിഡൻഷ്യൽ, കൊമേഴ്സ്യൽ, ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് ആവശ്യമായിട്ടുള്ള കൺസ്യൂമർ ഇലക്ട്രിക്കൽ പ്രൊഡക്റ്റുകൾ, പ്രത്യേകിച്ചും വയർ, ഫാൻസ്, ലൈറ്റിംഗ്, സ്വിച്ചസ്, അപ്ലയൻസ് തുടങ്ങിയവ നൽകുന്ന കമ്പനിയാണ്. ROE 20.8, ROCE 21.7. 52 വീക്ക് ഹൈ 1903. 52 വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് കൺസിഡറബിൾ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നു. സ്റ്റോക്കിൻ്റെ വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം സപ്പോർട്ടിനടുത്തായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. 1550, 1500 തുടങ്ങിയ റേഞ്ചുകൾ സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടാണ്. ഈ സപ്പോർട്ടിനടുത്തു നിന്നും സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ട്രെൻഡ് റിവേഴ്സൽ വരികയാണെങ്കിൽ 1750 സ്റ്റോക്കിൻ്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കും. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും കഴിഞ്ഞ ക്വാർട്ടറിൽ നിന്നും ഈ ക്വാർട്ടറിലേക്ക് സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയതുകൊണ്ട് ഈ 2 സ്റ്റോക്കുകളെയും നമ്മൾക്ക് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.